എല്ലാവരുടെ ഒരുപാട് പേരുടെ സജഷൻ അനുസരിച്ച് ഞാൻ ആദ്യം ചെയ്ത അപ്പച്ചനെ വീണ്ടും കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. വളരെ സന്തോഷമായിപ്പോയി. ഒരുപാട് റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇങ്ങനെ തേടി നടന്ന് ആളെ കിട്ടി. അങ്ങനെ കണ്ടുപിടിച്ചു. ഇവിടെയുണ്ട് ആള്. അന്നത്തെക്കാളും കുറച്ചുകൂടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന അങ്ങനെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷം. இல்ல கொஞ்சம் பேசுறதுக்கு உங்களை பார்க்கறது தானே எவ்வளோ நாள் கழிச்சுதான் இங்க பார்த்துருக்கு உങ്ങളെ ഇപ്പത്താൻ പാത്തിരിക്കും. അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. നീ അന്ന് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് പിന്നെ നിന്നെ കണ്ടില്ലല്ലോ, നീ എന്താ വരാത്തെ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാന് പറഞ്ഞു പതനി കാച്ചുന്ന. അപ്പൊ പറഞ്ഞു പതനി കാച്ചുന്നത് ഇനിയിപ്പോ ഈ സമയത്ത് നടക്കത്തില്ല. എപ്പോഴാ പതനി കാച്ചുന്നത്? എപ്പോ പതനി? ഫെബ്രുവരി മാർച്ചിലാണ് പതനി കാച്ചാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് വാ. ആ സമയത്ത് നീ വരുന്നത്. എപ്പോ സ്റ്റാർട്ടാവും? എപ്പോ ആരംഭിക്കും ഇത് പതനി കാച്ചുന്നത്? കാലയിലെ ആരംഭിക്കുമോ? അപ്പൊ രാവിലെ ആരംഭിക്കും. അതായത് പതനി എടുത്തോണ്ട് വന്നിട്ട്, പനേന്ന് എടുത്തോണ്ട് വന്നിട്ട് രാവിലെ തന്നെ ഇത് കാച്ചാനായിട്ട് ആരംഭിക്കും. അപ്പൊ നമ്മള് ഒരു രാവിലെ ഒരു 7 മണി 6 മണിക്കെങ്കിലും ഇവിടെ വരണം. വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ വലിയൊരു പ്രോസസ്സാണ്. അപ്പം ആ സമയത്ത് വേണം നമ്മള് വരാനായിട്ട്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ സമയത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി എന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചാല്, അപ്പൊ അന്ത ടൈമില് വരും. അന്ത ടൈമില് കാലയിലെ വരണം. കാലയിലെ വന്നാത്താൻ പതനി കാച്ചി ശർക്കര, കരിപ്പെട്ടി ശർക്കരയുണ്ട്, അത് ഉണ്ടാക്കുന്ന വിധം മൊത്തം അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് അന്ന് എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ്. യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഇതിനകത്താണ് പതനി കാച്ചുന്ന ആ മുറി. അതൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. ഈ കുടില് വളരെ മനോഹരമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ അത് അന്ന് എങ്ങനെ സൂക്ഷിച്ചോ അതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെയുണ്ട്. ഗൈസ്, അപ്പോൾ പതനി കാച്ചുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ അപ്പച്ചൻ പറഞ്ഞ പതനി കാച്ചുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പച്ചനോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അടുപ്പ് കണ്ടോ? ഇത് അടുപ്പാന്ന് തോന്നുന്നു, പതനി കാച്ചുന്ന അടുപ്പ്. പിന്നെ അതിന്റെ കുറെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ചുണ്ണാമ്പ് കല്ലിന്റെ സാധനങ്ങൾ, കാച്ചുന്നത്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല. ഇത് കണ്ടോ, പെട്ടി പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പതനി ഇങ്ങനെ കാച്ചുമ്പോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വഴറ്റത്തില്ലേ, അതിന്റെ നമ്മൾ പറയത്തില്ലേ തവി പോലത്തെ സാധനമൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ കണ്ടു. ഇത് പന കയറാനുള്ള സാധനം കേട്ടോ. ഇതാണ് പന കയറാനുള്ളത്. പലതരത്തിലുള്ള ബ്ലേഡ് പോലത്തെ സാധനം കൊണ്ട് ഇതൊക്കെ ഓരോന്നും പന ഇങ്ങനെ ചെത്താൻ വേണ്ടി, പനയുടെ ഇതേൽ ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ച് വെക്കത്തില്ലേ, അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണിത് കണ്ടോ. ഇതൊക്കെ ഒരു പൊന്നുപോലെ നോക്കി വെച്ചേക്കുവാണ്. ഇത് പതനി കാച്ചതൊക്കെ ശരി ശരി. പതനി കാച്ചകத்துக்கு എന്നാക്കി ഇருக்கு? இப்ப இது அடுப்பு மட்டும்தான் இருக்கு. அடுப்பு இது அண்டா. ഓ, അത് അണ്ടാവാ. ഇതിലാ കാച്ചത്. ഓ, ഇത് കണ്ടോ, ഇത് വലിയൊരു അണ്ടാവുന്നു. ഇതെന്നാ സൊല്ലു? അണ്ടാവ്. ഇത് കണ്ടോ, ഇത് ഇത്രയും വലിയ സാധനം. ഇതിനകത്താണ് ഇവര് പതനി കരിപ്പെട്ടി പതനി കാച്ചുന്നത്. ഹായ്. യാത്രക്കിടെ ഞാൻ കണ്ട ഒരു വലിയ കരിമ്പന തോട്ടമാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ തോട്ടമാണ്. ഇവിടുത്തെ പന ഓരോന്നും നല്ല പൊക്കമുള്ളതാണ്. അപ്പൊ ഈ സീസണില് പന ഇങ്ങനെ കായ്ച്ചു വന്നേക്കുന്ന കേട്ടോ. കായ്ച്ചെല്ലാം കിടപ്പുണ്ട്. എന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോഴാണല്ലോ ഇത് കഴിക്കാനുണ്ടാകുന്ന, ഒന്നുകൊക്കെ ആകുന്ന കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അതുപോലൊരു നല്ല വിശാലമായിട്ടുള്ള ഒരു കരിമ്പന തോട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്.